ക്ലാസ്സിൽ ഒരു കൈകുട്ടി കളിയുടെ ഒരു പദം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുൾ തീർന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ സ്റ്റെപ്സ് തന്നെയാണ് ഇട്ടിരുന്നത്. നമുക്കിനിപ്പോൾ രണ്ടാമത്തെ ഒരു പദം ഞാൻ തുടങ്ങാൻ പോവാണ്. കൈകുട്ടിക്കളി രണ്ടാമത്തെ തുടങ്ങാൻ പോവാണ്. അത് ഇതിനേക്കാൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. സ്റ്റെപ്പ് പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് 1 2 1 2. കണ്ടോ, ഈ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. അപ്പോൾ 1 താഴ്ന്നു, 2 നിവർന്നു, താഴ്ന്നു നിവർന്നു, താഴ്ന്നു നിവർന്നു, താഴ്ന്നു നിവർന്നു. അപ്പോൾ 1 2 1 2 1 2 1 2. ഇതാണ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ കൈ പഠിക്കാം. 1 2 1 2 1 2 1 2. കണ്ടോ, 1 2 1 2 1 2 1 2. ഇവിടെ നമ്മൾ കൈ തൊഴുത് പിടിച്ചിട്ട് തന്നെ ചെയ്യാം. ഞാൻ പഠിച്ച രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും പഠിക്കുന്നത്. ചിലർ ഇവിടെ കൂടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കും, അതും അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു. 1 2. പഠിക്കുന്നവർക്ക് സൗകര്യത്തിനും കൂടെ വേണ്ടിയാണ്. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഈസി ആയില്ലേ സ്റ്റെപ്പ്? അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നു പോകുന്നേ ഉള്ളൂ അല്ലേ? ഇത്രയേ ഉള്ളൂ. കൈ 1 2. കണ്ടോ, ഇവിടെ പോയി 2. മുകളിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ വയ്ക്കാം. എല്ലാത്തിനും ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 2 1 2 1 2 1 2. ഇതാണ് ഒരു സ്റ്റെപ്പ്. നമ്മൾ പഠിച്ച സ്റ്റെപ്പിൻ്റെ കൈ ഇതാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലായില്ല അല്ലേ? നമുക്ക് അടുത്തത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ 1 2 1 2. കണ്ട, അപ്പോൾ കാര്യം 1 2 1 2. നമ്മളിവിടെ എങ്ങനെ വെച്ചു? 1 2 ചേർത്ത് വെച്ചു. ഇവിടെ പക്ഷെ വലതുകാലം വെച്ച് ഇതുകാലം പുറകിലാണ്. കേട്ടോ, അപ്പം 1 2 1 2. ഇതാണ് സ്റ്റെപ്പ്. അതുകൊണ്ട് നോക്കാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൻ്റെ കൂടെ തന്നെ 1 2 3 4 വെറുതെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഇവിടെ നടന്നു പോകില്ല. അതാണ് നമുക്ക് ഇതിൻ്റെ കൈ പറഞ്ഞു തരാം. കൈ അത് തന്നെയാണ്. 1 2 1 2 1 2 1. ഇത് കൈ അത് തന്നെ. പിന്നെ 1 2 3 4 1 2 3 4 നമ്മൾ വെറുതെ 1 2 3 4. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. ചേർത്ത് ചെയ്ത് നോക്കാം അല്ലേ നമുക്ക്? ഈ സൈഡിലോട്ട് പോകുന്ന സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അതിന് നമ്മൾ കൈകൊട്ടിക്കളിയാണ്. നമുക്ക് അധികവും കൈകൊട്ടി തന്നെയാണ് ചെയ്യുന്നത്. തിരുവാതിര കളിക്കാൻ നമ്മൾ കൈകൊട്ടി വളരെ അപൂർവ കൈകൊട്ടിക്കളി തിരുവാതിരയ്ക്ക് കൈകൊട്ടി കളിക്കുകയുള്ളൂ. കാരണം കുമ്മി അങ്ങനെ സംഭവങ്ങളുണ്ട്. പക്ഷെ കൈകൊട്ടി കളിക്ക് തുടക്കം മുതലേ കൈകൊട്ടി തന്നെ ചെയ്യാം. അപ്പോൾ 1 2 1 2 1 2 3 4 അങ്ങനെയും ചെയ്യാം. 1 2 1 2 1 2 3 4 ഇങ്ങനെ ചെയ്യാം. നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. 1 2 1 2 1 2 3 4. കണ്ടോ, 3 തരത്തിൽ. ഇപ്പം ഇത് തൊട്ടുന്ന മാത്രം 3 തരത്തിൽ കാണിച്ചു. അപ്പം 1 2 1 2 1 2 3 4 ഇങ്ങനെ ചെയ്യാം. 1 2 1 2 1 2 3 4 ഇങ്ങനെ ചെയ്യാം. 1 2 1 2 1 2 3 4. കണ്ടോ, 3 തരത്തിൽ നമുക്ക് കൊട്ടാം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം അല്ലേ? ചേർത്ത് ചെയ്ത് നോക്കാം. ചേർത്ത് ഒന്നും ചെയ്ത് കാണിച്ചു തരാം. 1 1 2 1 2 1 2 1 2 1 2 1 2 3 4. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ആ സ്റ്റെപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ 1 2 1 2 1 2 1 2 1 2 1 2 1 2 3 4. കണ്ടോ, അവിടെ വരുമ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്യണം. 1 2 3 4. അപ്പോൾ നമ്മൾ ഈ 3 4 വരുമ്പോൾ 1 2 3 4 ആണ്. അപ്പോൾ വേണമെങ്കിൽ ചിലർ സംശയം തിരുവാതിര
തിരുവാതിരക്കളിക്ക് എന്താ ഇങ്ങനെയൊക്കെയാണ്. തിരുവാതിരക്കളിക്ക് എന്തിനാണെങ്കിലും അതിൻ്റെ ലാസ്യഭാവമുണ്ട്. തിരുവാതിരക്കളിയല്ല കൈകൊട്ടിക്കളി, എന്തിനും അതിൻ്റെ ലാസ്യഭാവത്തിൽ ചെയ്താൽ ഭംഗിയായിരിക്കും. പ്രത്യേകിച്ചും സ്ത്രീകൾ ചെയ്യുമ്പോൾ കൈകൊട്ടിക്കളി എല്ലാവർക്കും ചെയ്യാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും കൈകൊട്ടിക്കളി ചെയ്യാം. തിരുവാതിരക്കളിക്ക് അങ്ങനെയാണ് സ്ത്രീകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇപ്പോൾ പരീക്ഷണാർത്ഥം പുരുഷന്മാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ശരി, നമ്മൾ ഇങ്ങോട്ട് പോകണമെന്ന് മാത്രം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെങ്ങനെ പോയി 1 2 1 2 1 2 3 4 നമ്മൾ ചെയ്തു അല്ലേ? ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ 1 2 3 4 നിൽക്കുവാണ് അവിടെ. ഇനി അവിടെ നിന്നാ 1 2 3 4 1. അപ്പം നമ്മൾ ആദ്യം 1 2 1 2 1 2 3 4 ചവിട്ടി. ഇവിടെ തിരിച്ചാണ് ചവിട്ടുന്നത്. ഇവിടെ 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2. അപ്പം നമ്മൾ ആദ്യം 1 2 3 4 കഴിഞ്ഞാൽ 1 2 1 2 ചെയ്തിട്ട് 1 2 3 4 ചെയ്തു. 1 2 1 2 1 2 3 4 ചെയ്തു. ഇവിടെ പകരം തിരിച്ച് നമ്മൾ ആ ചെയ്തത് റിവേഴ്സ് ചെയ്യുന്ന പോലെ 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ കൈ അതും വളരെ സിമ്പിളാണ്. ഇതാ 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2. കണ്ടോ? അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ പോയി പഠിച്ചു. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 2 1 2 3 4 1 2 1 2. തിരിച്ച് പുറകോട്ട് പോകാതെ തന്നെ 1 2 3 4 1 2 1 2. അതല്ല നമ്മളിങ്ങനെ നടന്നു വരുന്നത്, നടന്നു തന്നെ കറങ്ങി തന്നെ പോകാം. നമ്മളിവിടെ നിൽക്കുവാണല്ലോ, അവിടെ നിന്ന് കറങ്ങിപ്പോൾ. അപ്പം 1 2 3 4 1 2 1 2 1 2 3 4 1 2 1. അങ്ങനെ പോവാം. രണ്ട് തരത്തിലും പോകാം. ഞാനിപ്പോൾ ഓരോന്നും 2 3 തരത്തിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് സൗകര്യമുള്ളത് എടുക്കാം. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് പഠിക്കാം. പക്ഷെ സ്റ്റെപ്പിൽ മാറ്റം വരുത്തുന്നില്ല, കായ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ. 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2. ഇതാണ് ഒരു സ്റ്റെപ്പ്. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്പ് ഓടിക്കാം. 1 2 3 4 1 2 3 4. മനസ്സിലായോ? എന്നിട്ട് തിരിച്ച് 1 2 1 2 പുറകോട്ട് പോകണം. 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2. പിടി കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. 1 നീക്കി വെച്ച് നമ്മുടെ കാര്യം 1 ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. 1 2 3 1 2 3 4. 1 2 3 4. കണ്ടോ? കാൽ 1 എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം 1 2 3 4. അപ്പം വലത് കാലം കുറച്ച് ചവിട്ടി, രണ്ട് കാലം ചവിട്ടി, വീണ്ടും വലത് കാലം ചവിട്ടി, രണ്ട് ഒരുമിച്ച് വെച്ചു. അപ്പം 1 2 3 4. നമ്മൾ എന്ത് ചെയ്തു? 1 2 1 2 പുറകോട്ട് വേണം. 1 2 3 4. വലത് കാലം 1 2 പുറകോട്ട് ഇടത് കാലം. ഇത്രയേ ഉള്ളൂ ഈ സ്റ്റെപ്പ്. നമുക്കിതിന് കൈ പറഞ്ഞു തരാം. 1 2 3. കൈ കുറച്ച് നീട്ടിയിട്ടാണ് 3 ചവിട്ടേണ്ടത്. അപ്പം 1 2 3 4. കണ്ടോ? ഇതാണ് 1 2 3 4. പുറകോട്ട് പോകണം. നമ്മൾ സ്റ്റെപ്പ് പഠിച്ചല്ലോ. 1 2 1 2. വീണ്ടും 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2 1 2. കണ്ടോ? കൈ നീട്ടിയെടുക്കണം. ഇങ്ങനെ കാണിച്ചു തരാം. സൈഡ് നമ്മൾ കറങ്ങി പോകേണ്ടതാണ് ശരിക്കും. നേരം ചെയ്യാം. 1 2 3 4. കണ്ടോ? 1 2 3 4 1 2 1 2 1 2 3 4 1 2 1 2. ഇതാണ് സ്റ്റെപ്പ്. അല്ല സോറി, കൈ. മനസ്സിലായി കാണുമല്ലോ. 1 2 3 4 1 2 1 2 1 2 3 4 1 2 1. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? കൈയും സ്റ്റെപ്പും പിന്നെ ചുവടുവയ്പ്പും ഒക്കെ മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഈ പഠിച്ചതിന് ഇത്രയും അടുത്ത ക്ലാസ്സിൽ ഈ പഠിച്ചതിൻ്റെ അത്രയും പാട്ടും കൂടെ ചേർത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതിന് ബാക്കി അടുത്ത ക്ലാസ്സിൽ സ്റ്റെപ്പ് പഠിക്കാം, പിന്നെ നമുക്ക് പാട്ട് പഠിക്കാം.
ഓക്കെ, എല്ലാവർക്കും തലനേരം കണ്ടതിന് നന്ദി, നമസ്കാരം.